ഹായ്, നമുക്കെല്ലാവർക്കും സാലറി കൃത്യമായിട്ട് എല്ലാ മാസവും ലഭിക്കുന്നുണ്ട്. പക്ഷെ മാസം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള സാലറി മുഴുവനായിട്ടും എക്സ്പെൻസിലേക്ക് പോവുകയാണ്. സോ ഇതെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക? ഒരു ബിഗിനർ എന്നുള്ള സ്റ്റേജിലാണെങ്കിൽ കൂടി നമുക്ക് അങ്ങനെ വരും. ബിഗിനേഴ്സിന് ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെ ഒരു സംഭവം കണ്ടുവരാറുണ്ട്. അതേ സമയത്ത് തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇത്തരം സാഹചര്യത്തിൽ, അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സേവിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു അവസ്ഥ വരാറുണ്ട്. സോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് കിട്ടുന്ന സാലറി മുഴുവനായിട്ടും എക്സ്പെൻസിലേക്ക് പോവുകയാണ്. അതിന് കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ മാറി വരുന്ന ലൈഫ് സ്റ്റൈലുകളാണ്. നമുക്ക് ഓരോ പുതിയ ടെക്നോളജീസ് വരുന്നുണ്ട്, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സോ പുതിയ പുതിയ ഗാഡ്ജറ്റുകൾ വാങ്ങിക്കേണ്ടി വരും. അതേ സമയത്ത് തന്നെ നമ്മുടെ ജീവിത രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന പൈസ മുഴുവനായിട്ടും എക്സ്പെൻസിലേക്കാണ് പോകുന്നത്. സോ ഇതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം? ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഫിനാൻഷ്യൽ ബജറ്റിംഗ് റൂൾസും നമ്മുടെ നാട്ടിലുണ്ട്. ഓക്കെ, നമ്മളത് റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന പല മെത്തേഡുകളും ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. ഒന്ന് 50-30-20 റൂൾസും, രണ്ടാമത്തത് ഒരു ജാപ്പനീസ് മെത്തേഡ് ആയിട്ടുള്ള ഒരു കക്കൈബോ റൂൾസും. ഈ കക്കൈബോ റൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. സോ ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടും കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടും നമുക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്ത് നമുക്ക് ഫോളോ ചെയ്ത് ഹാബിറ്റ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു റൂളാണ് 50-30-20 റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നിങ്ങൾക്ക് ഇപ്പം നല്ല സാലറി ലഭിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ സേവിങ്സ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ രീതി ഒരിക്കലും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവൻ കാണേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത് തീർച്ചയായിട്ടും നമുക്കൊരു സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് സാലറി ഏൺ ചെയ്യുന്നുണ്ട്, അത് എത്ര സാലറി ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, 50,000 ആയിക്കോട്ടെ, ഇനി അതല്ല ഒരു 60,000 അങ്ങനെ അതിന് എബോവോ ആയിക്കോട്ടെ, അങ്ങനെ ഏത് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്കാണെങ്കിലും പക്ഷെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ മെത്തേഡ്സ് ഫോളോ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡാണ് 50-30-20 റൂൾ. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാം. 50-30-20 റൂൾസ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് പല ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സും നമുക്കുണ്ടാവും. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ല, നമ്മുടെ ഹാബിറ്റ്സിൽ തന്നെ നമുക്ക് പല ചേഞ്ചസും ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ ഈ റൂൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഈ റൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഹാബിറ്റ്സ്, അതായത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഓരോ എക്സ്പെൻസസും എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കുക? അതായത് നമുക്കറിയാമേ ഓരോ പൈസ എവിടേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു സേവിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്ട്രെസ്, ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. സോ അത്തരം സ്ട്രെസ് നമുക്ക് കൺട്രോൾ ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ 50-30-20 റൂൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു സാലറി ഏൺ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മന്ത്ലി ഒരു സാലറി ലഭിക്കുന്നുണ്ട്. ആ സാലറി എത്രയായിക്കോട്ടെ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 40,000 റുപ്പീസ് ആണ് ഒരു മാസം സാലറി ആയിട്ട് ലഭിക്കുന്നതെന്ന് വിചാരിക്കുക. ഈ 40,000 എല്ലാ ടാക്സും കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ, ഇപ്പൊ ഒരു 40,000 ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ കൃത്യമായി ആ 40,000-നെ നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈക്വൽ പ്രൊപ്പോർഷനിലല്ല ഡിവൈഡ് ചെയ്യേണ്ടത്, 50-30-20% നിങ്ങൾ മാറ്റേണ്ടത്. ഓക്കെ, ആദ്യത്തേത് 50%, പിന്നെയുള്ളത് 30%, പിന്നെ 20%. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ടോട്ടൽ സാലറിയെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം തന്നെ ഒരു ബുക്കും പേപ്പറും എടുക്കുക, അല്ലെങ്കിൽ ബുക്കും പെന്നും എടുക്കുക, ഒരു ഡയറി എടുക്കുക. ഇതിൻ്റെ അകത്ത് നിങ്ങളിത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഒരു തവണ എഴുതി വെച്ചാൽ മതി. അതിൽ നിങ്ങൾ പിന്നെ എല്ലാ പ്രാവശ്യവും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, 50% എന്ന് പറയുമ്പോൾ ഇപ്പൊ 40,000-ന്റെ 50% എന്ന് പറഞ്ഞാൽ 20,000 റുപ്പീസ് ആണ് അല്ലെ. അപ്പൊ ഈ 20,000 റുപ്പീസ് നിങ്ങൾ മാറ്റിവെക്കുക. എന്തിനാണ് മാറ്റിവെക്കുന്നത്? നിങ്ങളുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് മാറ്റിവെക്കുന്നത്. 50% ഫോർ ബേസിക് നീഡ്സ്. ഓക്കെ, ഈ 50% ഫോർ ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും? നമുക്കറിയാം, ഒരു മാസം കടന്നു പോകണമെങ്കിൽ നമുക്ക് പല എക്സ്പെൻസുകളും ഉണ്ടാവും. ആ എക്സ്പെൻസുകളെയാണ്, അതായത് നിർബന്ധമായും നമ്മൾ ചെലവഴിക്കേണ്ട കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ടാവും. ആ എക്സ്പെൻസുകളെയാണ് നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മളിപ്പോൾ റെന്റ് കൊടുത്തിട്ട് താമസിക്കുന്ന ഒരാളാണ്, നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഹോം ടൗണിലല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു റെന്റ് എക്സ്പെൻസ് ഉണ്ടാവും. സോ അങ്ങനെ റെന്റ് എക്സ്പെൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരും. രണ്ടാമത്തത് ഗ്രോസറീസ് ആണ്. അതായത് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ട് ഗ്രോസറി ഷോപ്പിംഗ് നടത്തും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. പിന്നെയുള്ളത് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത് യൂട്ടിലിറ്റി ബിൽസ് ആണ്.
യൂട്ടിലിറ്റി ബിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമ്മളിപ്പോൾ പല OTT ചാനലുകൾ, പല സബ്സ്ക്രിപ്ഷൻസ്, ഇങ്ങനെ പല രീതിയിലുള്ള എക്സ്പെൻസസ് നമുക്ക് മന്ത്ലി പോകുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി ബിൽസ്. ഇലക്ട്രിസിറ്റി ബില്ല്, ഫോൺ റീചാർജ്, അതുപോലെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം അതുപോലുള്ള സബ്സ്ക്രിപ്ഷൻസ്. ഇത്തരം സബ്സ്ക്രിപ്ഷൻസിന്റെ എമൗണ്ടുകൾ ഇതൊക്കെ ബേസിക് നീഡ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ളത് ട്രാവൽ. നമ്മളിപ്പം വർക്ക് ചെയ്യുന്നവരായിരിക്കാം, വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ട്രാവൽ ചെയ്യേണ്ടി വരും. ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസസ് ഉണ്ടാവും. നമുക്ക് ഒന്നെങ്കിൽ ബസ് ഫെയർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പെട്രോൾ എക്സ്പെൻസസ് ഉണ്ടാവും, അത്തരത്തിലുള്ള എക്സ്പെൻസുകൾ. പിന്നെയുള്ളത് നമ്മുടെ ഇൻഷുറൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുന്ന പേയ്മെന്റുകൾ, അത് മന്ത്ലി ആണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു ബേസിക് നീഡ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എമൗണ്ടിന് വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു എമൗണ്ട് മാറ്റാം. ഹോസ്പിറ്റൽ ബിൽസിന് വേണ്ടിയിട്ടും നിങ്ങൾക്കൊരു എമൗണ്ട് മാറ്റാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു നീഡ്സ് എന്ന് പറയുന്ന എമൗണ്ടിലേക്ക് പോകുന്നത്. ഓക്കെ, നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും ചെലവഴിച്ചേ പറ്റുള്ളൂ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ സാലറി കിട്ടുന്നതിന്റെ 50% നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഒരു മാസം ക്ലിയർ ആയിട്ട് വരുന്ന എക്സ്പെൻസസ് എന്നുള്ളത് നിങ്ങൾ ആദ്യം അതിൻ്റെ അകത്ത് എഴുതി വെക്കുക. ആ എഴുതി വെച്ചിട്ട് അതിൽ എത്ര രൂപ നമുക്ക് വരുന്നുണ്ട്, അതിൽ അനാവശ്യമാണോ ആവശ്യമാണോ എന്നുള്ളത് നിങ്ങൾ പിന്നീട് തിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 50%ന്റെ അതായത് 40,000ന്റെ 50% എന്ന് പറയുമ്പോൾ 20,000. ആ 20,000-ലായിരിക്കണം ഈ ചെലവുകളെല്ലാം കവർ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് 30% ആണ്. 30% ഫോർ വാൻസ് ആണ്. വാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് പല കാര്യങ്ങളും പർച്ചേസ് ചെയ്യാനുണ്ടാവും. നമ്മൾ റെഗുലർ ആയിട്ട് ഡൈൻ ഔട്ടിന് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, വീക്കെൻഡ്സിൽ നമ്മൾ തിയേറ്റർ സിനിമകളിൽ കാണാൻ പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള എക്സ്പെൻസുകളുണ്ട്. നമുക്ക് ഗാഡ്ജറ്റുകൾ എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും, തിയേറ്റർ എക്സ്പെൻസസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ പാർക്കുകളിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ ഒരു വെക്കേഷൻ പോകുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു മാസം നമ്മൾ 2-3 തവണ ചിലപ്പോൾ വെക്കേഷൻ പോകുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അത്തരം എമൗണ്ടുകൾ നമ്മൾ മാറ്റിവെക്കുക. അത് എത്ര പെർസെൻറ്റേജ് ആണ്? നമുക്ക് കിട്ടുന്ന സാലറിന്റെ 30%. 30% എന്ന് പറയുമ്പോൾ ഏകദേശം 12,000 റുപ്പീസ്, 12,000 രൂപയാണ് അതിൽ വരിക, അതായത് 40,000-ന്റെ. ഓക്കെ, സോ ഇങ്ങനെ 12,000 രൂപ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് മാറ്റിവെക്കാൻ പറ്റും. ഒരു കാര്യം ഇതിൽ ഓർക്കുക, ഇത് നിർബന്ധമായും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു പണമല്ല ആക്ച്വലി. ഓക്കെ, ഇത് ചിലപ്പോഴേ ഇത് നമ്മൾ വിനിയോഗിക്കുന്നുള്ളൂ. 50% ആണ് നമ്മൾ ഓൾറെഡി നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 30% എന്ന് പറയുമ്പോൾ വാൻസ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് വാങ്ങിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് ക്ലോത്ത്സ്, അതുപോലെ ഗാഡ്ജറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ കരുതി വെക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത് 30% ആണ്. ഈ പറഞ്ഞ ടോട്ടൽ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അതിന്റെ 30% നിങ്ങൾ അതിൽ കണ്ടുവെക്കുക. അത് എല്ലാ മാസവും നമ്മൾ അത് വിനിയോഗിക്കണം എന്നില്ല. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് 20% ആണ്. 20% എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായും മാറ്റിവെക്കേണ്ടതും, അതുപോലെ തന്നെ നമ്മൾ ഈ 20% ആണ് ഒരു സാലറി കിട്ടിയ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും ആദ്യം മാറ്റിവെക്കേണ്ടത് ഈ 20,000 ആയിരിക്കണം. ആ 20,000 എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സിന് വേണ്ടിയിട്ടാണ്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഒന്നുകിലും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യാം. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് വെറുതെ പൈസ ഇട്ട് വെച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ അതിലിങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, നമുക്ക് SIPs ഉണ്ട്. സോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പറ്റാതെ ഇതെല്ലാം കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റെങ്കിലും നിങ്ങൾ തുടങ്ങി വെക്കുക. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 20% എന്ന് പറയുന്ന എമൗണ്ട്, സാലറിന്റെ 20% ഈ പറഞ്ഞ സേവിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അത് ഏറ്റവും ആദ്യം തന്നെ അത് മാറ്റിവെക്കുക. സാലറി കിട്ടുന്ന സെയിം ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു RD ആയിട്ടെങ്കിലും സെറ്റ് ചെയ്ത് വെക്കുക, ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു 50-30-20 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് മാസം തന്നെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഈ 50%-ന്റെ അകത്ത് നിങ്ങൾ എത്ര രൂപയാണ് നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യും. പിന്നെയുള്ളത് 30% ആണ്. അവിടെയും നിങ്ങൾക്കൊരു കൺട്രോൾ വരും.
ഇതൊന്നും ചെയ്യണ്ടെന്നല്ല, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ബട്ട് നിങ്ങൾക്ക് അവിടെ ഒരു കൺട്രോൾ വരികയാണ് ചെയ്യുന്നത്, ഒരു ഡിസിപ്ലിൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ആദ്യത്തെ ഈ പറഞ്ഞ 20% എന്ന് പറഞ്ഞാൽ 20% എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആദ്യം അതാണ് മാറ്റി വെക്കേണ്ടത്. ബാക്കിയുള്ള 80%നെയാണ് നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സേവിങ്സ് നിങ്ങൾക്ക് കണ്ടെത്താനും പറ്റും. അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനും പറ്റും. നിങ്ങൾ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, എവിടേക്കാണ് നിങ്ങളുടെ പൈസ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റൂളാണ് 50-30-20 റൂൾ എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, അതായത് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ സേവിങ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ രീതി ഒന്നും ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, കാരണം റെക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് നിങ്ങൾ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ബാങ്ക് തരുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് റേറ്റോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ കൃത്യമായി ഒരു വർഷത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 20% വെച്ച് ഒരു വർഷം നിങ്ങൾ അത് സാലറി സേവ് ചെയ്ത് വെക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ 40,000 ആണെങ്കിൽ 8,000 വെച്ചിട്ട് നിങ്ങൾ അത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. 8,000 നിങ്ങൾ ഒരു 12 monthsലേക്ക് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 96,000 ആണ് അവിടെ കോർപ്പസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ 96,000 നിങ്ങൾക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കിട്ടും. സോ അപ്പോൾ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്കൊരു സേവിങ്സ് ആയിരിക്കും. അതായത് ഒരു വർഷം നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. സോ ഇത്തരം റൂളുകൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസിപ്ലിൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.